അന്തരിച്ച നമ്മുടെ നെടുമുടി വേണിച്ചേട്ടൻ പുതിയൊരു സാങ്കേതിക വിദ്യയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ 3-ല് കമലഹാസൻ്റെ ഒരു വില്ലനിസം കാണാൻ വേണ്ടി നമുക്ക് ഇന്ത്യൻ 3-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനുണ്ടായിരുന്നു ഇന്ത്യൻ 2 തീർച്ചയായിട്ടും ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമുകളും മികച്ചതാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ചിത്രത്തിൽ. കമലഹാസൻ, അതേപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും അവരുടെ റോള് ഭംഗിയായി. സമുദ്രക്കനി, അന്തരിച്ച നമ്മുടെ നെടുമുടി വേണിച്ചേട്ടൻ പുതിയൊരു സാങ്കേതിക വിദ്യയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിവേക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അണിയിച്ചിരിക്കുന്നത്. പിന്നെ കഥയെക്കുറിച്ച് പറയുകയുണ്ടായി. കഥയ്ക്ക് പുതുമയില്ല, കാരണം അത് നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെ ഒറ്റയായിട്ടുള്ള സന്ദർഭമായ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തുടച്ചു നീക്കാൻ വേണ്ടി ആണ് തുറന്ന് കാണിക്കുന്നത്. ശങ്കർ സാറിൻ്റെ എല്ലാ പടത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ചിത്രത്തിലും കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെ. ഇന്ത്യൻ 2 പടം എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഇന്ത്യൻ 1 കണ്ടത്. ഇന്ത്യൻ 1-ഉം ഇന്ത്യൻ 2-ഉം വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ 1 എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൻ്റെ ഇതായിരുന്നു, എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞാൽ അത് ഈ ഇപ്പോൾ നടക്കണ കാലത്തുള്ളതായിരുന്നേ നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശങ്കറിൻ്റെ മാജിക്, അപ്പോഴത്തെ ഓരോ വിഷയത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലൊക്കെ ഒരു മർമ്മൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ ആ ബീജം കൂടിയും കയറി വരുമ്പോൾ കിടലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നെടുമുടി വേണുവിനെ അതെ, അത് അത് ശരിയായെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം നെടുമുടി വേണുവിൻ്റെ മുഖത്തായാലും അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റി. അതായത് പണ്ടത്തെ പോലത്തെ രൂപമല്ല, ഇപ്പോൾ ഒരു മുഖം വീർത്ത് അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് മാറിയില്ല. എന്തായാലും അതിനോട് എയോട് ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും പടം കൊള്ളാം. അതായത് ഇതിൻ്റെ ഇന്ത്യൻ 1 എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇന്ത്യൻ 2 ആയപ്പോൾ ക്ലൈമാക്സോട് എടുത്തപ്പോൾ എല്ലാവരും വെറുക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ 3-യുടെ ഒരു ടൈറ്റിൽ കാർഡ് പോലെ കാട്ടിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇന്ത്യൻ 3-ല് കമലഹാസൻ്റെ ഒരു വില്ലനിസം കാണാൻ വേണ്ടി നമുക്ക് ഇന്ത്യൻ 3-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായിരിക്കും ഉണ്ടാവാൻ പോണ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കാത്തിരിക്കാം.